വെച്ചിട്ടാണ് ഞാൻ ആദ്യം പ്രായമുള്ളവരെ വിളിച്ചത്. അതിൻ്റെ അർത്ഥം ഇതല്ല, യങ്സ്റ്റേഴ്സിനെ ബഹുമാനിക്കുന്നില്ല. അടുത്ത 3 പേരാണ് ഗീതു, വന്ദന ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മൈ ഡോട്ടർ മേഘ്ന. സോ മേ ഐ റിക്വസ്റ്റ് ഗീതു. നിർമ്മല കൊച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവര് ടോപ്പ് ഓർഡറിലുണ്ടായിരുന്നേ. ദീപുവിന് വരാൻ പറ്റിയില്ല. ദീപു ലാസ്റ്റ് മിനിറ്റ് ബാംഗ്ലൂരില് ദീപുവിന് എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് പണി വന്നിട്ടുണ്ട്. സോ ദീപു. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഇന്നലെ അശോകേട്ടൻ വന്നപ്പോഴും പ്രിപ്പയർ ചെയ്തോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചത് എന്താ എക്സാം ആണോ ക്ലാസ് ആണോ? നമുക്ക് അപ്പം എന്താ തോന്നുന്നത് വെച്ചാൽ ചേച്ചി പറയണ പോലെ തന്നെ വല്യമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനം തന്നെയാണല്ലോ. വല്യമ്മ ഫസ്റ്റ് ഒക്കെ ഡൽഹി, മെഡ്രാസ് ആ ടൈമിലൊന്നും സത്യം ചന്ദ്രേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊന്നും അപ്പോഴൊന്നും വല്യമ്മ എന്നുള്ള കേട്ടറിവേ ഉള്ളൂ. പിന്നെ മെയിൻലി കുട്ടനൂരും ആലും എത്തിയപ്പോഴാണ് വല്യമ്മയായിട്ടുള്ള ഡയറക്റ്റ് എപ്പോഴുള്ള കോണ്ടാക്ട് വരാൻ തുടങ്ങിയത്. കാരണം ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയമാണ്. എപ്പോഴും പോകും, വല്യമ്മയുടെ കാത്തിരിക്കുക, വല്യച്ഛനും അതൊക്കെ. അതിലുപരി അമ്മയും വല്യമ്മയും ചേച്ചി അനിയത്തിയില് അമ്മയുടെ ഒരു കോള് പോവും. എന്തിനറിയോ? എന്നെ പരാതി പറയാൻ. അടുത്ത കോൾ എനിക്ക് വരും എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ളൊരു വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അമ്മയുടെ സ്ഥാനം തന്നെ വല്യമ്മ മെയിനായിട്ട് അതേ ഉള്ളൂ. പിന്നെ കുത്തനൂര് വരുമ്പോ നാണുമാമ്മ. അത് അജു പറഞ്ഞ പോലെ ചേച്ചി ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോ കാണുന്ന സീൻ എന്നറിയോ? നാണുമാമ്മ കഷത്ത് ബാഗ് എടുത്തിട്ടുണ്ടാവും. ഞാനും നാണുമാമ്മയും കൂടെ ഒറ്റപ്പോക്ക സിനിമയ്ക്ക്. ഡേഡി എവിടെ പോകണം? ഞങ്ങൾ സിനിമയ്ക്ക് പോകണം. ഇതാണ് നാണുമാമ്മ. അതൊക്കെ 4 പേരും സുകുമാമ്മയാണേലും ഇവരൊക്കെ ആ ഒരു അറ്റാച്ച്മെന്റ്. അത് കഴിഞ്ഞുള്ള ജനറേഷനാണ് ഇപ്പൊ അജു, അശോകേട്ടൻ, ഞാൻ, എന്താ വേണോ അമ്മ, ചേട്ടൻ, അങ്ങനെയുള്ളവര്. അത് കഴിഞ്ഞുള്ള കുട്ടികൾക്കൊരു ആ കണക്ഷൻ കിട്ടിയിട്ടില്ല. നമ്മളുടെ ഈ ഒരു ജനറേഷനിലാണ് ആ കണക്ഷൻ റിംഗ് ആയിട്ട് പോകുന്നത്. ഒന്നും പഠിച്ചിട്ട് വരാൻ പറ്റുന്ന കാര്യമല്ല നമുക്കിത്. ആ ഒരു കണക്ഷൻ നമ്മളുടെ കുട്ടികൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളുടെ ജനറേഷനും എല്ലാവരും മിങ്കിൾ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു അവസരം, ഒന്നില്ല ഒരു വേലക്കെങ്കിലും, വിഷു സമയത്ത്, ഓണത്തിന് എപ്പോഴെങ്കിലും ഒരു കൂട്ടായ്മ. നമ്മൾ ഒരു നെല്ലിയാമ്പതി ട്രിപ്പ് ഇട്ടിരുന്നു. ട്രിപ്പല്ല, നമ്മൾ ആ ഗ്രൂപ്പ് ഗെറ്റ് ടുഗദർ. അത് എത്ര ഇയേഴ്സ് ആയി ബാക്ക്. അതുപോലെ ഒരെണ്ണം എപ്പോഴെങ്കിലും ഇട്ടാൽ നമുക്കൊരു കണക്ഷൻ കിട്ടും. ഇല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ വഴിയിലായിട്ട് ഈ പറഞ്ഞ പോലെ ഇതിപ്പോ ഇനി നെക്സ്റ്റ് നമ്മുടെ ജനറേഷനാണ് 1 by 1 ഇതായിട്ടുള്ളത്. അപ്പോ വല്യമ്മയെ കുറിച്ച് പറയാനതേ ഉള്ളൂ. എപ്പോഴും എനർജറ്റിക് ആണ്. എന്റെ അമ്മ തന്നെ വല്യമ്മ. അതൊന്നും എനിക്ക് പറയാനില്ല. അമ്മ ചേച്ചിനെ വിളിച്ചപ്പോ ഉണ്ണിയേട്ടൻ വെരി ക്ലിയർലി പറഞ്ഞു, അയ്യോ എന്നെ വിളിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വന്ദന ഫ്രം ബാംഗ്ലൂർ. My memory is also very, very okay. It's first part is in my childhood, and the next part is after having gotten married and all of that. Childhood എന്ന് പറഞ്ഞാല് excuse me Malayalam, but I will try. So childhood എന്ന് പറഞ്ഞാല് I think വില്ലപ്പാർല അമ്മ, വില്ലപ്പാർല ജുഹു അല്ലെ, 2 സ്ഥലത്തേക്കും അല്ലേ. ഫ്രം വേർ വർ ദേ ട്രാവലിംഗ്, എവിടുന്ന് വരുമ്പോഴല്ലേ അവിടെ വന്നിട്ട് പോണു ജുഹുല. സോ ഇതിലൊക്കെ വരും, പിന്നെ ഒരു കാറിലൊക്കെ വരും. And ഇറങ്ങുമ്പോൾ it's like she's totally dressed up and all that. Oh, they're coming to my place. Kind of a thing. I'm like, oh wow, who are these people? They're coming to our place, kind of a thing. So I was very, as a girl, I was always like, always enamored by her and the way she dressed up and all of that. And that is my memory of her as a child. Then of course the connection is much later. Panna okay, ഞാൻ നാട്ടിൽ വരും, എല്ലാ വെക്കേഷനും ഞാൻ നാട്ടിലേക്ക് വരും. പിന്നെ കുട്ടനൂർ of course we visit and all of the കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്യും. പക്ഷെ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് അവിടെ അശോകേട്ടൻ്റെ അവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് we started going to meet and all of that. And funny thing is, what I really enjoyed about her is that
എങ്ങനെ പറയുക, ഇറ്റ്സ് ലൈക്ക് അമ്മയായിട്ടാണ് കണക്ഷൻ. But she showed the same love and affection to me. That was very nice. Even to Subhash. She would show the same love and affection. She would ask every single time she would ask. It's like you felt like, you didn't feel like, oh, this is someone I'm going to meet after, like, I don't know, 30 odd years. You didn't feel that because that thing was there, that connect was there. So, yeah, that's something that I really, remember her for. And her and Gopi Richard, that's something I remember them for. And yeah, may her soul, like, I'm sure it's resting in peace, seeing all of this, how things have turned out and all of that. Yeah, so that's it. Yeah. Thanks, Nandana. Thanks, Subhash. So, sorry. ഞാൻ പപ്പ ചേച്ചിനെ വിളിച്ചപ്പോൾ പപ്പ ചേച്ചി പറഞ്ഞു വോക്കൽ കോഡ് സ്ട്രെയിൻ, വിച്ച് ഇസ് റൈറ്റ്. ഷീ ഹാസ് എ പ്രോബ്ലം, ബട്ട് ഐ എം സോ ഹാപ്പി തങ്കക്കുട്ടി ഹാസ് മേഡ് ദിസ് ഇനിഷ്യേറ്റീവ് ഓഫ് കമ്മിങ് അവർ. ഒന്നിനായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു ഞാൻ. എന്തെങ്കിലും ഒന്ന് ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു തെറ്റായിരിക്കും ഞാൻ ചെയ്യണം. എനിക്കിപ്പോ തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് എഴുന്നേറ്റ് വന്നത്. ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഓമന വലിയൊന്ന് വരും കാണും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എറണാകുളത്ത് ജോലി കിട്ടിയതിനു ശേഷമാണ് വല്യമ്മയായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. ഒരു മോളെ പോലെ എന്റെ വല്യമ്മയുടെ കൂടെ എന്റെ എല്ലാ കാര്യങ്ങളിലും വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട്. ആദ്യം എറണാകുളത്ത് വന്നുകൊണ്ട് എനിക്ക് ദേവിച്ചിരുന്നും ഇന്ത്യയിലച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്. അവരുള്ളപ്പോൾ ഞാൻ അവിടെ വരുമ്പോൾ പോയിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് സമയം കിട്ടിയാലും. അത് കഴിഞ്ഞ് ഇലക്ഷൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് ഓമനവല്യമ്മയുടെ അടുത്താണ് പോയിരുന്നത്. വല്യച്ഛനാണെങ്കിലും വല്യമ്മയാണെങ്കിലും ഏത് കാര്യത്തിലും എന്ത് ആവശ്യം പറഞ്ഞു വരും. ഞാൻ പാലക്കാട് നിന്നൊക്കെ വരുമ്പോൾ വളരെ ലേറ്റ് ആയിട്ടൊക്കെ വരും. വന്നു നേരെ ചെല്ലുന്നത് ഓമനവല്യമ്മയുടെ അടുത്തേക്കാണ്, ഫ്ലാറ്റിലേക്ക്. അതേപോലെ വീക്കെൻഡ്സിന് എപ്പോഴും എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഓമനവല്യമ്മയും വല്യച്ഛനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ഫ്ലാറ്റ് എടുക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് ഫ്ലാറ്റ് ബുക്ക് ചെയ്യണം. അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, നീ ഒറ്റയ്ക്ക് അവിടെ പോയി എന്ത് ചെയ്യുന്നു എങ്ങനെയാ. വല്യമ്മ എനിക്ക് ധൈര്യം തന്നത്, നീ ആലോചിച്ചു നമുക്ക് നോക്കാം, ഞങ്ങളിത് ഇവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ട് ഫ്ലാറ്റിന്റെ പണി തുടങ്ങിയപ്പോൾ ഓരോ അവസരങ്ങളിലും എല്ലാ സാറ്റർഡേ സൺഡേക്ക് വല്യമ്മയും വല്യച്ഛനും കൂടി ഞാനും കൂടെ പോയിട്ടാണ് ഫ്ലാറ്റിന്റെ ഓരോ കാര്യങ്ങളും നോക്കുകയും ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടതെല്ലാം സൗകര്യങ്ങൾ അവർ ചെയ്തു തരും. ഇത് ചെയ്താൽ നന്നായിരിക്കും, മറ്റേത് ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെ ഓരോരോ അഭ്യവസ്ഥരും കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ കല്യാണാലോചന വന്നപ്പോഴും വല്യമ്മയ്ക്ക് ഞാൻ ആളുകളിൽ പോകുന്നതിനൊരു താല്പര്യമൊന്നുമില്ല. PSC ടെസ്റ്റ് എഴുതാൻ നേരത്തെ വല്യമ്മ എൻ്റെ അടുത്ത് പറയും, വേണ്ടടി പോകണ്ട, അവിടെ നിന്നാൽ മതി, എന്താ വല്യമ്മ പറയാൻ, എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണ്ടോ എന്നെങ്കിൽ വേണ്ട, നീ ഞങ്ങളുടെ ഒറ്റയ്ക്കാവും, നീ ഇവിടെ തന്നെ വേണം, നീ ഇടയ്ക്ക് വന്ന് എനിക്കൊരു സന്തോഷമാണ്. പപ്പക്കുട്ടിയെ പോലെയുള്ള പപ്പക്കുട്ടിന്നാണ് അമ്മ എപ്പോഴും വിളിക്കുക. അതുപോലെയാണ് അമ്മ എപ്പോഴും വല്യമ്മ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണാലോചന വന്നപ്പോൾ എറണാകുളത്താണ് വർക്ക് ചെയ്യണത്. അപ്പൊ ആദ്യം ഫോട്ടോ അയച്ചു തന്നു. ഇപ്പൊ വണ്ണം ഒക്കെ വിധി കഴിഞ്ഞിട്ട് വീട്ടില് ചേച്ചിമാർക്കൊക്കെ സംശയമായിരുന്നു ഇവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പൊ ഞാൻ അതിലൊന്നും കാര്യമില്ല, നമുക്ക് സ്വഭാവമല്ലേ വേണ്ടത്. വല്യച്ഛനെ വിട്ടുപോകേണ്ട ഓഫീസിലേക്ക് ആദ്യമേ തന്നെ ഫോട്ടോ കിട്ടിയപ്പോ പോയി അന്വേഷിച്ചു. സ്വഭാവമൊക്കെ നല്ലതായിരുന്നു, നമുക്ക് നോക്കാം. ഇനി അത് കഴിഞ്ഞ് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അപ്പൊ വല്യച്ഛനെന്നെ കണ്ടിട്ടുള്ളൂ, നമുക്ക് ആദ്യം ഇവിടെ പെണ്ണ് നടത്തിയാലോ, കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ പറയും, നമുക്ക് ഇവിടെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണം വല്യമ്മേ, നീ ഉണ്ടാതിരിക്കും എന്നും പറഞ്ഞ് വേണുവിനെ വിളിച്ച് ചോദിച്ചു. ശരി വരാന്ന് പറഞ്ഞിട്ട് ആദ്യം വേണു ഓഫീസിലായിട്ട് ഫ്രണ്ടുമായിട്ട് വേണു വല്യമ്മ എടുത്താ വന്നത്. ഭയങ്കര ഒരുക്കങ്ങളാണ്, പെണ്ണ് കാണാൻ പറഞ്ഞ പോലെയുള്ള ഒരുക്കങ്ങളായിരുന്നു അവിടെ പറഞ്ഞത്. ആദ്യം ഒന്ന് ശരിയാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ പോലും കട്ട്ലറ്റ് ഉണ്ടാക്കുക, അങ്ങനെ എല്ലാം കുറെ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടത് വിളമ്പാൻ എടുത്ത് വേണേൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ കൂടി ചെയ്തതാണെന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇവളാണ് നന്നായിട്ട് ചെയ്യും, മറ്റേതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു ഇതാക്കി. അതേപോലെ തന്നെ ആ അവസരങ്ങളിൽ കൂടെ തന്നെ വരുന്നില്ല ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു സ്ഥാനമാണ് വല്യമ്മയ്ക്കുള്ളത്. പറഞ്ഞാൽ തീരില്ല, ഞാൻ വീട്ടിൽ കൊണ്ട് പോകുന്നില്ല. വല്യമ്മയോടുള്ള കടപ്പാട് വല്യച്ഛനോടും ഒരിക്കലും ഞാൻ മറക്കില്ല. Thank you so much.